ദൈവമേ അങ്ങേ മറന്നിടുവാൻ എന്നാൽ കഴിവില്ലേ പ്രാണനാഥ. ദൈവമേ അങ്ങേ കാരുണ്യക്കാതലേ അങ്ങേ മാത്രം ആശ്രയിച്ചിടുന്നെൻ്റെ ആത്മനാഥ. ഇഹപരലോകത്തിന്റെ ഉടമസ്ഥനായ ദൈവം ഈ കലിയിങ്കൽ ആഗതനായി വരുവാൻ വേണ്ടി താൻ തന്നെ നിശ്ചയിച്ച് നിയോഗിച്ച് നിലനിർത്തിയിരുന്ന ആ പൊന്നോമന തിരൂടൽ ലോകത്തിൽ മറവായ ദിനമാണ് ഇന്ന് നമ്മൾ ഈ ആചരിക്കുന്ന ദുഃഖദിനാചരണം. ഇതൊരു വലിയ പ്രക്രിയയാണ്. ഒരു ശരീരത്തെ രൂപപ്പെടുത്തുന്നത് തന്നെ ഇന്ന് ശാസ്ത്രലോകം വളരെ വിദഗ്ധമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള വലിയൊരു പ്രക്രിയയാണ്. ശരീരത്തെ രൂപപ്പെടുത്തുന്നതിന് ശാസ്ത്രലോകം വളരെ വിദഗ്ധമായി തെളിയിക്കപ്പെട്ട ഒരു വലിയ പ്രക്രിയയാണ്. സ്വാഭാവികമായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ മഹത്വം ഒന്നും ആരും അറിയുന്നില്ല. എന്നാൽ അവിചാരിതമായി ചില ആളുകളിൽ ഇത് ലഭിക്കാതെ വരുമ്പോൾ, അനപത്യ ദുഃഖം ഉണ്ടാകുമ്പോ ആ കണ്ണുനീരോടുകൂടി ആശ്രയിക്കുകയും പല മാർഗങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് ഓരോരോ കുറവുകളെ പറ്റി ഡോക്ടർമാരൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നത്. ശാസ്ത്രീയമായി പോകുന്നവർക്ക് ആ നിലയിലുള്ള ഉപദേശങ്ങൾ ലഭിക്കും. ആത്മീയമായ വഴിയിൽ പോകുന്നവർക്ക് പിതൃദോഷമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാപദോഷങ്ങളെന്നോ പാപബന്ധമെന്നോ ഒക്കെയുള്ള മറുപടികളായിരിക്കും ലഭിക്കുന്നത്. ഇങ്ങനെ ഏതു വിധത്തിൽ ചിന്തിച്ചാലും ഒന്ന് തടസ്സപ്പെടുമ്പോഴാണ് അതിന്റെ വലിയ ആ പ്രക്രിയയെ പറ്റി പലരും തിരിച്ചറിയുന്നത്. ഇപ്പൊ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ദൈവത്താൽ നിയോഗിച്ച ഈ സൃഷ്ടി വ്യവസ്ഥ സ്വാഭാവികമായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മഹത്വം അറിയുന്നില്ല. സാധാരണക്കാരുടെ കാര്യങ്ങൾക്ക് ഇപ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുന്നു എങ്കിൽ സൃഷ്ടിയുടെ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഓരോരുത്തരെ നിയോഗിക്കുന്നു. ഓരോ ആത്മാവിന്റെയും ഉയർച്ച താഴ്ചകൾക്കനുസരിച്ചുള്ള ദേഹങ്ങളെ കൊടുക്കുന്നു. കർമ്മബന്ധം അതിൽ വലിയൊരു ഘടകമാണ്. കർമ്മഫലങ്ങൾ അതിൽ വലിയ ഘടകമാണ്. അപ്പോൾ ദൈവം അവതാരമായി വരുവാൻ എത്രത്തോളം ഒരുക്കം ആ ശരീരത്തിൽ നടന്നിട്ടുണ്ടാകും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം. കാരണം ഒരു ശരീരം ഉരുവായി വരണമെങ്കിൽ അത് ഗർഭപാത്രത്തിലെത്തി അവിടെ നിന്ന് വളർന്ന് അതിനെ പുറത്തു കൊണ്ടുവന്ന് എന്നെല്ലാം പ്രക്രിയകളിലൂടെയാണ് അതിൽ പൂർത്തിയാകുന്നത്. ഇപ്പൊ സർവ്വലോകത്തിന്റെയും അധിപതിയാകുന്ന ദൈവത്തിന് അധിവാസം ചെയ്യുവാൻ ഒരു ശരീരം രൂപപ്പെടണമെങ്കിൽ എന്തെല്ലാം വസ്തുക്കൾ അതിലേക്ക് ചേർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ഒരു പിച്ചാത്തി ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല വിളക്കുണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. പ്രാധാന്യമേറിയ പല കാര്യങ്ങളും ഇപ്പോ സ്വർണം കൊണ്ടുള്ള ഉപകരണങ്ങൾ ആഭരണങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിനകത്തേക്കും ചില സാധനങ്ങൾ അതിന്റെ ഉറപ്പിന് വേണ്ടിയും ബലത്തിന് വേണ്ടിയും ഒക്കെ ചേർക്കാറുണ്ട്.
വേണ്ടിയും ഒക്കെ ചേർക്കാറുണ്ട്. കണ്ണി കാണുന്നതൊക്കെ വാരി ചേർക്കുക അല്ല ചെയ്യുന്നത്. കാണുന്നതൊക്കെ വാരി ചേർക്കുക. അതിൻ്റെതായ ചില സാധനങ്ങളുണ്ട്, അത് മാത്രമേ ചേർക്കൂ. അതിൻ്റെതായ ചില സാധനങ്ങളുണ്ട്, ഇപ്പൊ പുതിയ ചില സാധനങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. പുതിയ ചില സാധനങ്ങൾ കൂടി കണ്ടെത്തി. പക്ഷെ എന്ന് വിചാരിച്ച് അതിനകത്ത് ഇരുമ്പ് വാരി ചേർക്കുകയോ അല്ലെങ്കിൽ അലൂമിനിയം വാരി ചേർക്കുകയോ ചെയ്യത്തില്ല. ഇതുപോലെ പ്രത്യേകമായ ഒരു ഒരുക്കം, അനേക കോടി വർഷങ്ങൾ, അനേക യുഗങ്ങൾ ഈ പ്രകൃതിയിൽ പോലും രൂപം ധരിച്ചാണ് ഉന്നതമായ ഒരു ശരീരത്തെ രൂപപ്പെടുത്തുന്നത്. ഇത് ഞാനിപ്പോ പറയുമ്പോ എത്ര പേർക്ക് പൂർണ്ണമായി മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം വിചാരിതമായി നമ്മുടെ ആത്മദാസ്യമി എന്ന സ്വാമിജിയുമായി സംസാരിച്ചു. ഞാൻ സമാധി ദിനത്തെ പറ്റിയും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഒക്കെ സംസാരിച്ചു. ഈ കാര്യമാണ് ഞാൻ കൂടുതൽ സംസാരിച്ചത്. ഒരു ശരീരം ഉരുവായി വരുന്നതും അത് പ്രകൃതിയിലേക്ക് തിരിച്ചു ലയിക്കുന്നതും. ഇപ്രകാരമുള്ള ഒരു ശരീരം തിരിച്ച് പ്രകൃതിക്ക് ലയിക്കുമ്പോ പ്രകൃതിക്ക് അത് സ്വീകരിക്കാൻ പറ്റാതെ സങ്കടപ്പെടുന്ന അവസ്ഥ, തോരാക്കണ്ണീര് പോലെ പേമാരി പെയ്ത അവസ്ഥ, അതൊക്കെ ഞാൻ അങ്ങോട്ട് വർണ്ണിച്ചപ്പോ വളരെ വർഷങ്ങളായുള്ള വലിയ സംശയത്തിന് മറുപടിയാണ് അമ്പൂറ്റി ഇപ്പൊ എനിക്ക് തന്നത് എന്നാണ് അദ്ദേഹം വളരെ വർഷങ്ങളായിട്ടുള്ള വലിയ സംശയത്തിന്റെ മറുപടിയാണ് എനിക്ക് എങ്ങുനിന്നും ഇതിന് മറുപടി ലഭിച്ചിട്ടില്ല. ഇന്ന് ഇതിന് മറുപടി ലഭിച്ചത് അമ്പൂറ്റിയുടെ തിരുനാവിൽ നിന്നാണ്. ഇത് വലിയ അത്ഭുതമായിരിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞു. അപ്പൊ അറിവുള്ളവർക്ക് ഇത് വളരെ വേഗം മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ അറിവുള്ളവരായി തീരുവാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും ഓരോ കർമ്മങ്ങളിൽ നിങ്ങളെ ബന്ധിപ്പിക്കുന്നത്. ഈ ചിന്താധാരകളിലൂടെ സഞ്ചരിക്കുവാനുള്ള പ്രാപ്തി ഓരോ ഹൃദയങ്ങൾക്കും ഉണ്ടാവണം. അപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. അപ്രകാരം പ്രകൃതിയിൽ നിന്ന് അത്ഭുത വസ്തുക്കളെ മാത്രം സ്വരൂപിച്ച് രൂപപ്പെട്ട ഒരു തിരുശരീരം, ഏറ്റവും വിലയേറിയ വസ്തുക്കളെ മൂർത്തീകരിച്ചെടുത്ത ഒരു തിരുശരീരം, ആ തിരുശരീരമാണ് 1125 കർക്കിടക മാസം 13 ലോകത്തിൽ ചലനമറ്റുപോയത്. ആ തിരുശരീരമാണ് 1125 കർക്കിടക മാസം 13 ലോകത്തിൽ ചലനമറ്റുപോയത്. ഇത് പ്രകൃതിക്ക് പോലും താങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ഇതിന്റെ താളങ്ങൾ, ശബ്ദതരംഗങ്ങൾ, സൂക്ഷ്മതരംഗങ്ങൾ, അതുപോലെ അനേകം 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 കാര്യങ്ങളാണ് അതിലേക്ക് സമന്വയിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. ചിന്താതീതമായ കാര്യങ്ങളാണ് ആ തിരുശരീരത്തിലൂടെ പ്രകൃതിയിലേക്കും പ്രകൃതിയിൽ നിന്ന് ശരീരത്തിലേക്കും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നത്. പെട്ടെന്ന് അതിനൊരു സ്തംഭനം ഉണ്ടാകുമ്പോൾ പ്രകൃതിക്ക് അത് താങ്ങാൻ കഴിയില്ല. അതാണ് അന്ന് പേമാരി പെയ്തു പോയി. അതുകൊണ്ടാണ് ചെറുകോൽ സന്നിധാനത്തിലേക്ക് കൊണ്ടുവരാൻ പോലും പറ്റാത്ത വിധത്തിൽ നമുക്ക് അവിടെ അത് നിബഞ്ജനം ചെയ്യേണ്ടി വന്നത്. ആ വിധത്തിൽ അവിടെ അത് ആ കർമ്മങ്ങൾ പൂർത്തിയാക്കേണ്ടി വന്നു. കാരണം ഈ ആറൊക്കെ കരകവിഞ്ഞൊഴുകുകയായിരുന്നു. പാലമൊന്നുമില്ല. അപ്പൊ ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകളൊക്കെ തടസ്സപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ആ കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്യേണ്ടി വന്നു. അതും നമ്മുടെ സ്ഥാപനം തന്നെയാണ്. പക്ഷേ ഭഗവാൻ അടിസ്ഥാനപ്പെടുത്തിയിരുന്നത് എപ്പോഴും ചെറുകോൽ സന്നിധാനമായിരുന്നു. ആത്മബോധോദയ സംഘം രജിസ്റ്റർ ചെയ്തും ഈ മേൽവിലാസത്തിലാണ്. ഉന്നതനാകുന്ന ദൈവം സ്വീകരിച്ച ആ തിരുവുടൽ ലോകത്തിൽ നിന്ന് മറവായി എന്നത് ആർക്കും സഹിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇന്ന് ആ സ്മരണയിലാണ് നമ്മൾ ഈ സ്തുതി നടത്തുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ദുഃഖം ആചരിക്കുന്നു, ഒരു നിയമമായതുകൊണ്ട് ആചരിക്കുന്നു എന്നുള്ളതല്ലാതെ കഠിന ദുഃഖം ആർക്കും അനുഭവപ്പെടുകയില്ല.
അനുഭവപ്പെടുകയില്ല. കരഞ്ഞും കൂവിയിരിക്കേണ്ട ആവശ്യം ഇന്നില്ല. കരഞ്ഞും കൂവിയിരിക്കേണ്ട നമ്മൾ ആവശ്യമില്ല. ഭക്തിപൂർവ്വം അത് അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തിപൂർവ്വം അത് അനുഷ്ഠിക്കുകയാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? മാറ്റമില്ലാത്ത മഹാശക്തി ലോകാന്ത്യം വരെ വാഴുവാൻ തീരുമാനിച്ചത് നമുക്ക് അനുഭവപ്പെട്ടതുകൊണ്ടാണ്. മാറ്റമില്ലാത്ത മഹാശക്തി ലോകാന്ത്യം വരെ വാഴുവാൻ തിരുനിശ്ചയം ചെയ്ത് നമുക്ക് അനുഭവപ്പെട്ടതുകൊണ്ടാണ്. ആ തീരുമാനം, ആ തിരുനിശ്ചയം, ആ തിരുശബ്ദം ആ തിരുശബ്ദം പലർക്കും സംശയമായിരുന്നു. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണോ? പലർക്കും സംശയമായിരുന്നു ഇതൊക്കെ സംഭവിക്കുന്ന പക്ഷേ സംഭവ്യമായി 12 വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ സംഭവ്യമായി 12 വർഷങ്ങൾക്ക് അപ്പോ ശേഷം അത് പല ആത്മാലോകത്തിന് അത് വിശ്വാസമായി. അപ്പോൾ ആത്മലോകത്തിന് അത് വിശ്വാസം. അപ്പോഴാണ് കണ്ണുനീരൊഴിഞ്ഞത്. അപ്പോഴാണ് കണ്ണുനീരൊഴിഞ്ഞത്. ആ ക്ലേശിക്കാതിരിപ്പിൻ ആത്മസന്തതികൾ ക്ലേശമൊഴിപ്പാൻ ഈശ്വരനുണ്ട്. ആരിലും ഭേദം ഇല്ലാത്ത ദൈവം ആരെയും കാത്തു രക്ഷിച്ചിടുന്നു. ആരിലും ഭേദം ഇല്ലാത്ത ദൈവം ആരെയും കാത്തു രക്ഷിച്ചിടുന്നു. ഇത് കൃത്യമായ അനുഭവമാക്കിക്കൊണ്ട് മഹാശക്തി പ്രത്യക്ഷമായി ഉദിച്ചു, വീണ്ടും ഉദിച്ചു. ഇത് കൃത്യമായി അനുഭവമാക്കിക്കൊണ്ട് മഹാശക്തി പ്രത്യക്ഷമായി ഉദിച്ചു, വീണ്ടും ഉദിച്ചു. അപ്പോഴാണ് ദുഃഖം മാറി ആത്മലോകം സന്തോഷിക്കാൻ ആരംഭിച്ചത്. അപ്പോഴാണ് ദുഃഖം മാറി ആത്മലോകം സന്തോഷിക്കാൻ ആ ആരംഭിച്ചത്. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ആ തിരുശരീരത്തിൽ വാണിരുന്നു 12 വർഷക്കാലം നിങ്ങൾ അനുഭവിച്ച ആ ദുഃഖം 12 വർഷക്കാലം നിങ്ങൾ അനുഭവിച്ച ആ ദുഃഖം ഇനിമേലിൽ ഉണ്ടാകാൻ അവസരം ഉണ്ടാവുകയില്ല. ഇനിമേലിൽ ഉണ്ടാകുവാൻ അവസരം ഉണ്ടാവുകയില്ല. അത് ഞാൻ വരുത്തുകയില്ല. അത് ഭഗവാൻ വരുത്തുകയില്ല. ആ തീരുമാനപ്രകാരമാണ് വീണ്ടും വീണ്ടും ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മഹാശക്തി ഇന്നും പ്രത്യക്ഷമായ ലോകത്തിൽ ആ വാഴും. തിരുനിശ്ചയപ്രകാരമാണ് വീണ്ടും വീണ്ടും തിരുശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സദൃശക്തി ഇന്നും പ്രത്യക്ഷമായി. ഇങ്ങനെ മാറി മാറി വാഴുവാൻ കഴിവുള്ള മഹാശക്തിയെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ഇങ്ങനെ മാറി മാറി വാഴുവാൻ കഴിവുള്ള മഹാശക്തിയാണ് നമ്മൾ ആരാധിക്കുന്നത്. 3 വിധത്തിലാണ് മഹാശക്തി പ്രത്യക്ഷമായ ലോകത്തിൽ വാഴുന്നത്. 3 വിധത്തിലാണ് മഹാശക്തി പ്രത്യക്ഷമായ ലോകത്തിൽ വാഴുന്നത്. തന്റെ സ്ഥൂല ശരീരവും ഭഗവാന്റെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ഒന്നായി നിന്നുകൊണ്ടാണ് നിങ്ങളെ ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഒന്നായി നിന്നുകൊണ്ടാണ് നമ്മളെ ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. മാറിപ്പോകുന്നത് ആ സ്ഥൂലദേഹം മാത്രമാണ്. മാറിപ്പോകുന്നത് ആ സ്ഥൂലദേഹം മാത്രമാണ്. ആ സൂക്ഷ്മ ശരീരത്തിനും കാരണ ശരീരത്തിനും വ്യത്യാസമില്ലാതെ സൂക്ഷ്മ ശരീരത്തിനും കാരണ ശരീരത്തിനും വ്യത്യാസമില്ലാതെ മാറി മാറി ഉദിക്കുന്നു, വീണ്ടും ലോകരക്ഷ ചെയ്യുന്നു. മാറി മാറി ഉദിക്കുന്നു, വീണ്ടും ലോകരക്ഷ ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് അനുഭവമാകുന്നു. സത്യമാണെങ്കിൽ നിങ്ങളൊന്ന് കൈ ഉയർത്തി കണ്ടാക്കൊള്ളാം. ഇത് ഈ അനുഭവം, ഈ മഹാനുഭവം ലോകത്തിലേക്ക് നിലനിർത്തുവാൻ വേണ്ടി എന്തെല്ലാം ത്യാഗം ആ തിരുശരീരത്തിൽ ഇരുന്നുകൊണ്ട് സഹിച്ചിരുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർത്തു നോക്കണം. ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല ദൈവം ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. ആ വിധത്തിൽ ചിന്തിച്ചിരുന്നവരെ ഒക്കെ തന്റെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞു. ഒരിക്കൽ ഒരു കൂട്ടം ആത്മാക്കൾ ഇത് ആ കൂട്ടത്തിന്റെ പ്രാതിനിധ്യത്തിൽ ഇരിക്കണമെന്നുള്ള തീരുമാനത്തോടുകൂടി അതിന്റെ ബൈലോ ഒക്കെ എഴുതിയുണ്ടാക്കി ഭഗവാനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി പോയി. അപ്പൊ എവിടെയോ ആ ജോലി നിൽക്കുകയായിരുന്നു ഗുരുപ്രസാദ് സ്വാമി. ഇങ്ങനെ ഒരു അറിവ് കിട്ടി, ഇങ്ങനെ ഇവരെല്ലാം കൂടി അങ്ങോട്ട് ഭഗവാനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ പോയിട്ടുണ്ട് എന്ന് അറിവ് കിട്ടി. അപ്പൊ ജോലി സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഓടി ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചെന്ന ആളുകളെല്ലാം തിരികെ പോയി. അപ്പൊ എന്താ താനെന്താ ഇപ്പൊ ഇടയ്ക്ക് വന്നതെന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, ഇന്ന പോലൊരു വാർത്ത അറിഞ്ഞു, അവരിവിടെ എത്തിയോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. എന്താ അവര് വന്നു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ഭഗവാൻ അതിൽ ഒപ്പിട്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അതിൽ ഒപ്പിടാൻ തോന്നിയില്ല, ഞാൻ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പാദത്തിൽ വീണ് നമസ്കരിച്ചു. എന്താ കാര്യം? അത് സാംബവ സമുദായത്തിന്റെ അധീനതയിലായിരിക്കണം ആത്മബോധോദയ സംഘം എന്നുള്ള രീതിയിൽ എഴുതിയുണ്ടാക്കിയ വയലോയാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു.
അധീനതയിലായിരിക്കണം ആത്മബോധോദയ സംഘം എന്നുള്ള തീരുമാനം എഴുതി ഉണ്ടാക്കിക്കൊണ്ട് വന്നതായിരുന്നു. സാംബവ സമുദായത്തിന്റെ കുലഗുരുവാണ് ശുഭാനന്ദ ഗുരു നാക്കി തീർക്കാനായിരുന്നു ആ ബൈലോ. സാംബവകുലത്തിന്റെ ഗുരുവാണ് ശുഭാനന്ദ ഗുരു നാക്കി തീർക്കുവാനുള്ള വിധത്തിലായിരുന്നു ആ ബൈലോ. അപ്പോ ഭഗവാൻ പറഞ്ഞു, എടോ അതാ എനിക്കതിൽ ഒപ്പിടാൻ തോന്നിയില്ല. അതാണ് ഭഗവാൻ അതിൽ ഒപ്പിടാൻ തോന്നിയില്ല. വായിച്ചൊന്നും കേട്ടില്ല. വായിച്ചൊന്നും കേട്ടില്ല. ഒപ്പിടണമെന്ന് പറഞ്ഞു, ഒപ്പിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അവരെ പറഞ്ഞു വിട്ടു. ഒപ്പിടാൻ പറ്റില്ലെന്ന് ഭഗവാൻ കൽപ്പിച്ചു. ഈ പരിശ്രമം ശരീരമാറ്റത്തിന് ശേഷവും വളരെ ശക്തമായി തുടർന്നു. ഈ പരിശ്രമം തിരുശരീര മാറ്റത്തിന് ശേഷവും ഭഗവാൻ അങ്ങനെ ഒരു കുലത്തിന്റെ അധിപതിയായിരിക്കാൻ വന്നതല്ല. ഭഗവാൻ അങ്ങനെ ഒരു കുലത്തിന്റെ അധിപതിയായിരിക്കും. പിന്നെ ആരുടെ അധിപതിയാണ്? മനുഷ്യകുലമാകമാനം ഒന്നായി ചേർന്നു വാഴുവാൻ. മനുഷ്യകുലമാകമാനം ഒന്നായി ചേർന്നു വാഴുവാൻ. ജാതി മത ഭേദബുദ്ധി മാറ്റിടുക ആത്മാവേ. മനുഷ്യകുലങ്ങളുടെ അധിപതിയാണ് ശുഭാനന്ദ രൂപം. എന്ന് പറയുമ്പോൾ ലോകത്തിലേക്ക് അവതാരമായി വന്നു നിൽക്കുന്നത് മനുഷ്യകുലങ്ങൾക്ക് വേണ്ടിയാണ്. സർവ്വലോകത്തിന്റെയും അധിപതിയാണ് ഭഗവാൻ. ലോകത്തിലേക്ക് അവതാരമായി വന്നത് മനുഷ്യകുലങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. സർവചരാചരങ്ങളും മുറമുറയായി മനുഷ്യജന്മമെടുത്ത് തന്റെ പാദത്തിൽ എത്തുമ്പോൾ സമ്പൂർണ്ണ മോക്ഷം കൊടുക്കുവാൻ തിരുവതാരമായി വന്നതാണ് ശുഭാനന്ദ ദിവ്യരൂപം. ആ അവതാരമായി വന്ന ഗുരുവിനെ ആ ഒരു കുടത്തിനകത്തങ്ങ് അടച്ചേക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇഹപരലോകം തിളങ്ങി വിളങ്ങും മഹനീയ ശക്തി ഉദിച്ചു ലോകേ. മഹനീയ ശക്തി ഉദിച്ചു. ഉദിച്ചു ലോകേ. പരലോകം തിളങ്ങി വിളങ്ങും മഹനീയ ശക്തി ഉദിച്ചു ലോകേ. മഹനീയ ശക്തി ഉദിച്ചു. തെളിയിപ്പാനായി ഉദിച്ചു. മനുജന്മങ്ങളിൽ തെളിയിപ്പാനായി
അനുഭവമാക്കി അറിവ് ഉളവായി വന്നൊരു ഈ ലോകത്തിൽ അനുഭവമാക്കി ഈ അറിവ് ഉളവായി വന്നൊരു ഈ ലോകത്തിൽ അനുഭവമാക്കി ഈ അറിവ് അനുഭവമാക്കി ഈ അറിവ് ഉളവായി വന്നൊരു ഈ ലോകത്തിൽ അനുഭവമാക്കി ഈ അറിവ് അനുഭവമാക്കി ഈ അറിവ് പരന്മാരുള്ളിൽ പരമാനന്ദവും അനുഭവമാക്കിയ ഗുരുവേ അനുഭവമാക്കിയ ഗുരുവേ പരന്മാരുള്ളിൽ പരമാനന്ദം അനുഭവമാക്കിയ ഗുരുവേ അനുഭവമാക്കിയ ഗുരുവേ ആയിരത്തി 1125 ആണ്ട് കർക്കിടക മാസത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് പോയ സമയത്ത് 1125 ആണ്ട് കർക്കിടക മാസത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് പോയ സമയത്ത് ആ ആശുപത്രിയിൽ വെച്ചും സ്വന്തം സെക്രട്ടറിയോട് ഭഗവാൻ കൽപ്പിച്ചത് എന്താണ്? ആശുപത്രിയിൽ വെച്ചും സ്വന്തം സെക്രട്ടറിയോട് ഭഗവാൻ കൽപ്പിച്ചത് എന്താണ്? നാരായണദാസ് സ്വാമിയോട് പറഞ്ഞത് എന്താണ്? നാരായണദാസ് സ്വാമിയോട് കൽപ്പിച്ചത് എന്താണ്? എടാ നാരായണ, എന്റെ സംഘത്തിനുള്ളിൽ ജാതിയുടെയോ സ്വാർത്ഥതയുടെയോ കണിക പോലും കാണാൻ പാടില്ല എന്ന്. സംഘത്തിനുള്ളിൽ ജാതിയുടെയോ സ്വാർത്ഥതയുടെയോ കണിക പോലും കാണാൻ ഒരു ജാതിക്ക് വേണ്ടിയോ മതത്തിനു വേണ്ടിയോ അല്ല ആത്മബോധോദയ സംഘം പ്രവർത്തിക്കേണ്ടത്. ജാതിക്ക് വേണ്ടിയോ മതത്തിനോ വേണ്ടിയോ അല്ല ആത്മബോധോദയ സംഘം. ജാതിമത ഭേദബുദ്ധികളെ മറന്ന് ഏകത്വം എന്ന ബോധത്തിൽ ഏകോപിച്ച് നിന്നുകൊണ്ട് പരമാത്മാവിന്റെ പരമാനന്ദം ആത്മാവിൽ അനുഭവിക്കുന്ന സ്വർഗസന്താനങ്ങളായിട്ടാണ് വളരേണ്ടത്. ആ സ്വർഗം ആകാശത്തിന് മുകളിൽ എവിടെയോ ആണെന്ന് സങ്കല്പിച്ച് ജീവിക്കേണ്ടവരല്ല. ആ പല സംഘടനകളും അങ്ങനെയാണ് പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും. കണ്ണുമടച്ചിരുന്ന് എവിടെയോ സ്വർഗമുണ്ടെന്ന് സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക. ആത്മബോധോദയ സംഘത്തിൽ അംഗങ്ങളായി ചേർന്നവർ സ്വർഗം നേരിട്ട് അനുഭവിക്കുകയാണ്. ആ എന്താണ് സ്വർഗം? മാറാത്ത സുഖമാണ് സ്വർഗം. ഇപ്പൊ നരകം എന്താണ്? തീരാത്ത ദുഃഖമാണ് നരകം. ഒരിക്കലും ആത്മബോധോദയ സംഘ നിയമപ്രകാരം ജീവിക്കുന്ന സൽബുദ്ധികൾക്ക് ആർക്കും തീരാ ദുഃഖം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? വെള്ളത്തിൽ വെണ്ണ പോലെ സുഖം എന്നും ദുഃഖത്തിന് മീതെ നിൽക്കും. എങ്ങനെയുള്ളവർക്ക്? നിയമം പാലിച്ച് ജീവിക്കുന്നവർക്ക്. അങ്ങനെ നിയമം പാലിച്ച് ജീവിതം ചെയ്ത് ആമയങ്ങൾ മാറ്റി ആനന്ദരൂപനെ അകതാരിൽ കണ്ട് ആനന്ദമാക്കുവാനാണ് ദൈവം ലോകത്തിൽ വന്നു വാഴുന്നത്. നിയമങ്ങൾ പാലിച്ച് ജീവിതം ചെയ്ത് ആമയങ്ങൾ മാറ്റി ആനന്ദരൂപനെ അകതാരിൽ കണ്ട് ആനന്ദിക്കുവാൻ വേണ്ടിയാണ് ഈ നിയമജീവിതം ചെയ്ത് ദാനം ചെയ്തത്. അതിനുവേണ്ടിയാണ് ഭഗവാൻ അവതാരമായി വന്ന് ഈ നിയമങ്ങളെ ദാനം ചെയ്യുന്നത്.
നിയമകാലമായി വന്ന് ഈ നിയമങ്ങളെ ദാനം ചെയ്തത്. ഓരോ നിയമങ്ങളും ഈ ആനന്ദത്തിന് വേണ്ടിയുള്ളതാണ്. ഓരോ നിയമങ്ങളും ഈ ആനന്ദത്തിന് വേണ്ടി. ഈ ആനന്ദത്തെ ലോകത്തിൽ സ്ഥാപിക്കുവാൻ ഈ ആനന്ദത്തെ ലോകത്തിൽ സ്ഥാപിക്കുവാൻ ഒരു കീർത്തനത്തിൽ പറയുന്നുണ്ട്, ആനന്ദം എന്തെന്നറിയാത്ത ലോകത്തിൽ ആനന്ദം സ്ഥാപിച്ചു എന്റെ ഗുരു. ആനന്ദം എന്തെന്നറിയാത്ത ലോകത്തിൽ ആനന്ദം സ്ഥാപിച്ചു എന്റെ ഗുരു. തിരുവവതാരത്തിന് മുമ്പ് ആനന്ദം എന്താണെന്ന് ഈ ലോകം അറിഞ്ഞിട്ടില്ല. തിരുവവതാരത്തിന് മുമ്പ് ആനന്ദം എന്താണെന്ന് ഈ ലോകം അറിഞ്ഞിട്ടില്ല. ശുഭമായ ആനന്ദം അവതാരമായി വന്നപ്പോൾ, ശുഭമായ ആനന്ദം തിരുവവതാരമായി വന്നപ്പോൾ കണ്ടറിഞ്ഞ് അടുത്തുകൂടിയവരെല്ലാം ആ ആനന്ദമാണ് അനുഭവിച്ചത്. കണ്ടറിഞ്ഞ് അടുത്തുകൂടിയവരെല്ലാം ആനന്ദമാണ് അനുഭവിച്ചത്. അന്ധകാരാഗ്നിയിൽ വെന്തുരുകിയ മനുജരെ മാടി വിളിച്ച് മാനസാനന്ദമാകുന്ന സ്വർഗസുഖത്തെയാണ് അനുഭവമാക്കിയത്. അന്ധകാരാഗ്നിയിൽ വെന്തുരുകിയ മനുഷ്യരെ മാടി വിളിച്ച് മാനസാനന്ദമാകുന്ന സ്വർഗസുഖത്തെ അനുഭവമാക്കുവാൻ എന്തെല്ലാം ത്യാഗം സഹിക്കേണ്ടി വന്നു. ഉള്ളത് പറഞ്ഞപ്പോൾ കള്ളൻ എന്നാണ് പേര് വീണത്. പറയൻ സ്വാമി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു, കള്ളപ്പറയൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, പറയൻ എന്ന് പറയുന്ന പാപം ആര് തീർത്തിടും? പാപം തീർക്കാൻ ഉദയമായി വന്ന പരമാത്മാവിനെ പറയനെന്ന് ചിത്രീകരിച്ച് പാപിയാണെന്ന് ചിത്രീകരിച്ച് വിമർശിക്കുന്നവരുടെ പാപം ആര് തീർക്കുമെന്നാണ് ചോദിച്ചത്. ആര് തീർക്കും? ആ പാപം ആര് തീർക്കും? ദൈവമുമ്പാകെ വന്നു പോകുന്ന കുറവുകൾക്ക് പരിഹാരം വേറെ എങ്ങും ലഭിക്കുകയില്ല. ലോകജീവിത കർമ്മങ്ങളിൽ വന്നു പോകുന്ന കുറവുകൾ പരിഹരിക്കാൻ ഈശ്വരനുണ്ട്. എന്തിന് ദേവീദേവന്മാരോടും ഇടപെട്ടു വന്ന പാപശാപങ്ങൾ പോലും തീർക്കാൻ ഗുരുവിന് കഴിവുണ്ട്. എന്നാൽ ഗുരുമുമ്പിൽ നിന്നുണ്ടായ ഒരു പാപത്തിനോ ശാപത്തിനോ പകരം വയ്ക്കുവാനോ അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുവാനോ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അതാണ് ഇന്നും പലർക്കും അറിവില്ലാത്തത്. അതുകൊണ്ടാണ് പലപ്പോഴും ഭഗവാനോട് എതിർക്കാമെന്ന് പലർക്കും തോന്നലുണ്ടാകുന്നത്. ഒരിക്കലും അവർക്ക് ഒരു ലോകത്തിലും ഗതി ലഭിക്കുകയില്ല. കാരണം സർവ്വലോകത്തിന്റെയും അധിപതിയാകുന്ന സർവേശ്വരനാണ് ലോകത്തിൽ വന്ന് മർത്യനായി വാഴുന്നത്. അങ്ങനെ വാഴുന്ന മഹാശക്തി ആദ്യ തിരുവുടിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്തെല്ലാം ക്ലേശങ്ങൾ അനുഷ്ഠിച്ചു എന്ന് അനുഭവിച്ചു എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ദിനമാണ് ഇന്ന് നമ്മൾ നിലനിർത്തിയിരിക്കുന്നത്. എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. എപ്പോഴും ഇതിൽ നന്ദിപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. കാരണം ഒരാളിന് വേണ്ടിയോ 10 പേർക്ക് വേണ്ടിയോ അല്ല ഭഗവാൻ ഈ ത്യാഗം സഹിച്ചത്. ലോകാന്ത്യം വരെയുള്ള സന്താനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ത്യാഗം സഹിച്ചത്. അങ്ങനെ മഹാത്യാഗിയാകുന്ന പൊന്നുതിരുമേനിയുടെ ഉന്നതമായ ത്യാഗ കർമ്മ വ്യവസ്ഥകളെ, ഓരോ സ്ഥലത്തും അനുഭവിക്കേണ്ടി വന്ന പീഡാനുഭവങ്ങളെ വളരെ ചുരുക്കമായിട്ട് ഇപ്പോൾ ഗ്രന്ഥദ്വാര നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കേട്ടുകേഴ്വിയായി അഥവാ വാമൊഴിയായി പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അതിന്റെ ആന്തരികമായ അർത്ഥങ്ങളെ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ നന്ദിപ്പെട്ട് മുന്നോട്ട് ജീവിക്കുവാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഓരോ ശരീരവാഴ്ച കഴിയുമ്പോഴും അതിന്റെ കഷ്ടതകളെയും പീഡനങ്ങളെയും ഒക്കെ പറഞ്ഞ് കണ്ണീരൊഴിക്കുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ പല വീടുകളിലും മാതാപിതാക്കളുടെ നേരെ മക്കൾ ചെയ്യുന്ന പ്രവണത ഏതാണല്ലോ. അവര് തീരെ കിടന്ന് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാനോ അവരുടെ അടുത്തേക്ക് പോവുകയില്ല. ഒരു സന്തോഷ വാക്ക് പറഞ്ഞ് അവരെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ അത് തന്നെ വലിയ ആശ്വാസമായിരിക്കും അവർ. എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോൾ എന്റെ അടുത്തൊന്ന് വന്നല്ലോ,
ആയിരുന്നെങ്കിൽ എന്റെ മോൻ എന്റെ അടുത്തൊന്ന് വന്നല്ലോ, ഇത്രയും നേരം എന്റെ അടുത്ത് സംസാരിച്ചല്ലോ, വാ കൊണ്ടവർ പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അത് ആലോചിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. അത് ചെയ്യുകയില്ല. എവിടെങ്കിലും ഇരുന്നുകൊണ്ട് ആർക്കെങ്കിലും മെസ്സേജ് കൊടുക്കുക, അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുക, ഇവരങ്ങ് വലിയ വലിയ ഉത്തരവാദിത്വത്തിലും വലിയ തിരക്കിലുമാണ്. ചെയ്യിക്കുമ്പോ ഇവര് എത്രത്തോളം ഉത്തരവാദിത്വത്തോടു കൂടിയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പേരിന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, കൃത്യനിഷ്ഠയോടുകൂടി ചില കാര്യങ്ങൾ കൊടുക്കും. ചിലപ്പോ ഇതിനിടയിലായിരിക്കും ഒരു അത്യാവശ്യം വരുന്നത്, ആ സമയത്ത് ആരും കാണുകയില്ല. 10 മണിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു, അപ്പൊ അവിടുന്ന് സന്ദേശം വന്നു, വെള്ളം കൊടുത്തു, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് സന്ദേശം അയച്ചു, ഞാൻ ഇത്ര മണിക്ക് വെള്ളം കൊടുത്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു വെപ്രാളം, ഒരു ഇച്ചിരി ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിലും തോന്നി. ആ സമയത്ത് വെള്ളം കൊടുക്കാൻ ആരുമില്ല. ഇതാണ് അതിന്റെ വലിയ ക്രൂരമായ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പഴി തീർക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ട് അർത്ഥമൊന്നുമില്ല. എന്നിട്ട് പിന്നെ മരിക്കുമ്പോ ലീവ് ഒക്കെ എടുത്ത് വീട്ടിൽ വരും, പിന്നെ ഇവിടെ കിടന്ന് കണ്ണീരൊഴുക്കുകയാണ്. എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതുപോലെ ഓരോ തിരുശരീര വാഴ്ചയും കഴിയുമ്പോ, എന്റെ ഭഗവാൻ അങ്ങനെ കഷ്ടപ്പെട്ടു, എന്റെ ഭഗവാൻ ത്യാഗം സഹിച്ചു, വേദന സഹിച്ചു എന്നൊക്കെ പറഞ്ഞ് കണ്ണീരൊഴുക്കിയോണ്ട് അർത്ഥമൊന്നുമില്ല. ആ ത്യാഗം സഹിച്ച ദൈവം തന്നെയാണ് മാറ്റമില്ലാതെ വാഴുന്നത് എന്ന് തീരുമാനമുള്ളവർക്ക് ഓരോ ശരീരവാഴ്ചയും അതേ നന്ദിയോടെയും അതേ സ്മരണയോടെയും അതേ ഭക്തിയോടെയും സ്വീകരിക്കാനും ആചരിക്കാനും കഴിയും. ആ വിധത്തിൽ അത് പൂർത്തീകരിക്കുമ്പോഴാണ് നന്ദി പൂർത്തീകരിക്കപ്പെടുന്നത്. അല്ലാതെ എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. അതല്ല അവിടെ വേണ്ടത്. ആ പരിപൂർണമായ സമർപ്പണത്തോടുകൂടി ഓരോ ശരീരവാഴ്ചയിലും അനുയോജ്യമായ വിധത്തിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. കാരണം നമുക്ക് വേണ്ടതെല്ലാം അപ്പോൾ ലഭിക്കുമല്ലോ. എല്ലാം തരാൻ കഴിവുള്ള ദൈവമാണല്ലോ വാഴുന്നത്. ഉച്ചയ്ക്ക് ഭക്തരങ്ങ് ഒത്തുനിന്നാൽ നിത്യാനന്ദം തന്നിൽ കാണാമല്ലോ. അതിനേക്കാൾ വലിയ കാര്യം ഒന്നുമില്ലല്ലോ. അപ്പൊ അതിന്റെ താഴെയുള്ള കാര്യങ്ങളൊക്കെ എത്ര ലളിതമായിട്ട് നമുക്ക് സാധിക്കാൻ പറ്റും. അതുകൊണ്ട് ഉള്ളഴിഞ്ഞ ഭക്തിയോടുകൂടി ഈശ്വരനെ സ്വീകരിപ്പാനും ആ നിയന്ത്രണാബോധത്തോടുകൂടി ഭക്തിയിൽ കൂടി ജീവിക്കുവാനുമാണ് എല്ലാവരും പരിശീലിക്കേണ്ടത്. നിയന്ത്രണാബോധത്തോടുകൂടി ഭക്തിയോടെയുള്ള ജീവിതം ചെയ്യുവാനും അതാണ് പരിശീലിക്കേണ്ടത്. എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞതൊന്നും ചെയ്യരുത്, എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അതെല്ലാം കൃത്യമായി തന്നെ ചെയ്യണം. അപ്പോഴാണ് അതിന്റെ പരിപൂർണാവസ്ഥയിൽ എത്തുന്നത്. അപ്രകാരം ഉന്നതമായ കർമ്മങ്ങളിൽ ബന്ധിക്കുവാനും ഉന്നതമായ മഹിമാവിശേഷങ്ങൾ അനുഭവിക്കുവാനും ഗുരുവിന്റെ മഹത്വം ആത്മാവിൽ കണ്ടറിഞ്ഞ് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും മഹാശക്തിയുടെ കാരുണ്യം ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. ഇപ്പോൾ ഏകദേശം ആ ശരീരമാറ്റം നടന്ന സമയത്തോട് അടുക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് ഒരു കീർത്തനം പാടി പ്രാർത്ഥിക്കാം. പാതകരെ തേടി വന്ന പാദപത്മമേ